ശ്രീമാത്രേ നമ. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി ലളിതാ സഹസ്രനാമം സമസ്ത ശാസ്ത്രങ്ങളുടെയും സമഞ്ജസമായിട്ടുള്ള സമ്മേളനമാണ്. ഇനി പറയുന്ന ഏതാനും നാമങ്ങൾ കാമശാസ്ത്രമനുസരിച്ചിട്ടാണ്. എല്ലാ ശാസ്ത്രങ്ങളും ഇതിനകത്ത് കാണാം. ഇനി പറയാൻ പോകുന്നത് ഉത്തമ സ്ത്രീയായിട്ടുള്ള പത്മിനി എന്ന ഗണത്തിൽപ്പെട്ട സ്ത്രീകളുടെ വർണ്ണനയ്ക്ക് അനുരൂപമായിട്ടുള്ള വർണ്ണനയാണ്. 4 തരത്തിലാണ് കാമശാസ്ത്രത്തിൽ സ്ത്രീകളെ വർണ്ണിച്ചിരിക്കുന്നത്. പത്മിനി, ചിത്രിണി, ശംഖിനി, ഹസ്തിനി. ഈ 4 ക്രമപ്രകാരം നമ്മുടെ ദേവിമാരെയും തിരിക്കാം. പത്മിനികളായിട്ടുള്ള ദേവിമാർ, ചിത്രിണികളായിട്ടുള്ള ദേവിമാർ, ശംഖിനിമാരായിട്ടുള്ള ദേവിമാർ, ഹസ്തിനിമാരായിട്ടുള്ള ദേവിമാർ. ദേവിമാരുടെ തടി, നീളം, കണ്ണിൻ്റെ വലിപ്പം ഒക്കെയും അനുസരിച്ച് ലക്ഷണങ്ങൾ പലതാണ്. കാമശാസ്ത്രത്തിൽ ആ ഫിസിക്കൽ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ആ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടുള്ള ദേവിമാർ, ഈ ദേവിമാരെ സന്തോഷിപ്പിക്കേണ്ട സമയവും കാമശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പത്മിനിയെ അന്ത്യയാമത്തിലും, ചിത്രിണിയെ ആദ്യയാമത്തിലും, ശംഖിനിയെ 3ാമത്തെ യാമത്തിലും, ഹസ്തിനിയെ 2ാമത്തെ യാമത്തിലുമാണത്രേ സന്തോഷിപ്പിക്കേണ്ടത്. ഇത് ആരാധനാ സമ്പ്രദായത്തിലേക്ക് എടുത്താൽ ഈ പത്മിനി ഗണത്തിൽപ്പെട്ട ദേവിമാരെയെല്ലാം അന്ത്യയാമത്തിൽ, അതായത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ വേണം ആരാധിക്കാൻ. ചിത്രിണിയായിട്ടുള്ള ദേവിമാരെയെല്ലാം ആദ്യയാമത്തിൽ, അതായത് സൂര്യോദയം കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ആദ്യയാമം തുടങ്ങും, 9 മുതൽ 12 മണി വരെയുള്ള സമയം. ശംഖിനിയെ 3ാമത്തെ യാമത്തിൽ, അതായത് 1 മുതൽ 3 വരെയുള്ള സമയം, അല്ലെങ്കിൽ 2 മുതൽ 4 വരെയുള്ള സമയം. ഹസ്തിനിയെ അർദ്ധരാത്രിയിലും വേണം ആരാധിക്കാൻ. ദേവിമാരുടെ ശാരീരിക വലിപ്പവും, അതായത് തടിച്ചതോ മെലിഞ്ഞതോ ആയ ശരീരപ്രകൃതി ഒക്കെ നോക്കിയിട്ട് ഇവരെ ആരാധിക്കുന്നതിന് വേണ്ടുന്ന സമയം നിശ്ചയിക്കാൻ പറ്റും. അപ്പോൾ ഓരോ ദേവിമാരെയും ആരാധിക്കുന്നതിനും ഓരോ സമയം, ആ സമയത്തെ നിശ്ചയിക്കുന്നത് ദേവിമാരുടെ രൂപം. ഭദ്രകാളി, വാരാഹി തുടങ്ങിയവരെ അർദ്ധരാത്രിയിൽ വേണം ആരാധിക്കാൻ. കാരണം അവർ ഹസ്തിനി വിഭാഗത്തിൽപ്പെട്ട ദേവിമാരാണ്. ഇവിടെ മഹാത്രിപുര സുന്ദരിയോ പത്മിനി എന്ന ഗണത്തിൽപ്പെട്ട ദേവിയായതുകൊണ്ട് ഈ ദേവിയെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ വേണം ആരാധിക്കാൻ, സൂര്യോദയത്തിന് തൊട്ടു മുൻപ്. അപ്പോൾ ജ്ഞാനോദയത്തിനോടടുത്ത സമയത്താണ് ഈ ദേവിയെ ആരാധിക്കാൻ സാധിക്കുക. അതായത് ഈ ദേവിയുടെ ആരാധന കഴിഞ്ഞാൽ, ബ്രാഹ്മ മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെ സൂര്യോദയമായി. ഈ ദേവിയുടെ ആരാധന കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനോദയമായി. ഈ ദേവിയുടെ ആരാധന